ഒരു ടീം ആൻറ്റി AMR കേട്ടിട്ടുണ്ടോ? കേട്ടവർ എത്ര പേര്? ഒന്ന് കഴിയും. AMR ഇതൊക്കെ എന്ന് പത്രത്തിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് ചോദിച്ചാൽ കിട്ടുമോ? കിട്ടൂലല്ലോ. അതിൻ്റെ കാരണം നിങ്ങൾ അന്വേഷിച്ചോ? ഒരു മൂത്രക്കടച്ചിൽ വന്നു, അല്ലെങ്കിൽ കഫക്കെട്ട് വന്നു, മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക് വേണം 2 ദിവസത്തേക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക് നൽകുന്നതാണ്. ഇപ്പം വന്ന AMR, ഇപ്പം നമ്മളെ പബ്ലിക് ആക്ട് 2023 പ്രകാരം ആൻറ്റിബയോട്ടിക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തടവ് ശിക്ഷയാണ്. മനസ്സിലായ? കുറ്റകരമാണത്. അതുകൊണ്ട് ആരും ആൻറ്റിബയോട്ടിക് വാങ്ങാനും പാടില്ല. അതെങ്കിലും ആരെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഹെൽത്തിൽ ഇൻഫോം ചെയ്യുമ്പോൾ. കാരണം ആൻറ്റിബയോട്ടിക് കൊടുക്കണമെങ്കിൽ 2 ദിവസം ഫീവർ ആയിട്ട് 3-ാമത്തെ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ CBC ഒക്കെ നോക്കിയിട്ട് ESR ഒരുപാട് കൂടുതലുണ്ട്, അല്ലെങ്കിൽ WBC ഒരുപാട് കൂടുതലുണ്ട്, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറവാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നോക്കിയിട്ട് മാത്രം നമുക്ക്. ഇപ്പോൾ ടൈഫോയിഡ് ആണെങ്കിൽ ചിലപ്പോൾ WBC ഒരുപാട് ഹൈ ആയിരിക്കും. ഒരു 6000 ഉള്ളത് 6000 to 10000 ഉള്ളത് ചിലപ്പോൾ 20000 14000 ഒക്കെ ബ്ലഡ് ടെസ്റ്റാണ്. അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാലാണ് ഡോക്ടേഴ്സിന് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതാനുള്ള അധികാരമുള്ളത്. കാരണം എന്താ? ആൻറ്റിബയോട്ടിക് കുടിച്ച് മനുഷ്യർക്ക് എന്തായിട്ടുണ്ട്? ഒരു രോഗാണു ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു എഫക്റ്റും ഇല്ലാതായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. നമുക്ക് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനാണ് പോകുന്നത്, അങ്ങോട്ട് തന്നെ പോവാട്ടോ. നിങ്ങൾക്ക് ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നു, മൂത്രക്കടച്ചിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്താണ്, നല്ലോണം വെള്ളം കുടിക്കും. ഭയങ്കര അടിവയറ്റിൽ ഭയങ്കര വേദന ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോകുള്ളൂ. അപ്പോൾ നമുക്ക് ചില വേദന സംഹാരികളൊക്കെ ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവും, പാരസ്റ്റമോളൊക്കെ കുടിച്ചിട്ടുണ്ടാവും, പക്ഷേ അതിലൊന്നും നിൽക്കില്ല. നെഫ്റ്റാൾ പ്ലസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള വേദന സംഹാരി, അത് കുടിക്കുമ്പോൾ ചിലപ്പോൾ നിൽക്കും. പക്ഷേ അതിൻ്റെ വേദന, ആ ഒരു തലച്ചോറിലേക്കുള്ള അതിൻ്റെ പ്രവാഹം നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വേദന തുടങ്ങും. അപ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ആദ്യം എന്ത് ചെയ്യും? വേദന സംഹാരി എഴുതും, അല്ലെങ്കിൽ ഒരു കുപ്പിമരുന്ന് സിട്രാളൊക്കെ എഴുതി കഴിഞ്ഞ ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറയും. വേദനയ്ക്കുള്ള ഗുളിക തരും, സിട്രാൾ എഴുതി, ഒരു ആൻറ്റിബയോട്ടിക് എഴുതില്ല. പിന്നെയാണ് മൂത്രം പരിശോധിക്കുക. മൂത്രം പരിശോധിക്കുമ്പോൾ മൂത്രത്തിൽ വല്ലാതെ പഴുപ്പും, പിന്നെ അതുപോലെ മൂത്രത്തിൽ റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്താണുക്കളൊക്കെ കാണുകയാണെങ്കിൽ എന്താണ് ഇത്? ഒന്നുകിൽ കല്ലിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ഒരു 5 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് എഴുതും. 5 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് കുടിച്ചിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾ പറയും.